ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കും. എനിക്ക് സിനിമ അന്ന് ഭയങ്കര ഹരമാണ്, എങ്ങനെയും സിനിമയിൽ കയറി വരാം. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. പക്ഷെ അവര് വിടത്തില്ല, ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. പോഹാമിരുന്നത് ரொம்ப நல்லது. 6ാം ക്ലാസ് പഠിക്കുമ്പോഴാന്ന് തോന്നുന്നല്ലേ മത്സരത്തിന് ഇറങ്ങി, കലോത്സവത്തിന്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി. പിന്നെ മോണോ ആക്ടിന് ഞാനുണ്ടെന്ന് അറിയുമ്പോഴേക്കും ബാക്കിയുള്ള പിള്ളേർക്ക് പേടി. ഇത്തവണ ചേച്ചി കൊണ്ടു ആലപ്പുഴ ജില്ലയില് ആരും കൊണ്ടുപോയിട്ടില്ല മോണോ ആക്ട്. അവള് തന്നെ ഫസ്റ്റ് മേടിക്കുക. സ്കൂൾ ലെവലിൽ തുടങ്ങുമല്ലോ മത്സരം. സ്കൂൾ ലെവലിൽ ഇവള് സെക്കൻഡ് വന്നു. ഫസ്റ്റ് ഇയർക്ക് മാത്രമേ സ്റ്റേജിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു വിക്കല് വന്നു. മോണാക്ട്. അപ്പൊ മറ്റേ കുട്ടി ആ സ്കൂളിൽ ആദ്യമായിട്ട് വന്നതാ. പക്ഷെ ആ കുട്ടിക്ക് അവര് ഫസ്റ്റും കൊടുത്തു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. അതിനെക്കാട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് ഇവിടെ. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോയി. ഇവക്ക് ദേഷ്യം വന്നു. വേണ്ട, ഞാൻ പറഞ്ഞു നമുക്ക് പോയി പ്രിൻസിപ്പലിനോട് സംസാരിക്കാം. കാരണം നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. പുതിയ പ്രിൻസിപ്പൽ വരുന്നു. നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടുന്ന് പോകുന്ന ജില്ലയിൽ പോകുന്നതാന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ഇരുന്നു. കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോ ആരാണ്ട് പറയുന്ന കേട്ടതാ, മുന്നേ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഓട്ടോയിൽ കയറത്തില്ലെന്ന്. ഞാൻ ആ വണ്ടിക്കകത്ത് ഇറങ്ങി പോയിട്ട് അവിടെ പോയിരുന്നിട്ട് കരഞ്ഞു. സ്ഥിരാണല്ലേ. സാറിന് മുന്നേ പോയിരുന്ന അങ്ങ് കാര്യം ഞാൻ പറഞ്ഞു, സാറേ എല്ലാ വർഷവും ഇവിടെ പോകുന്നത്, സാറേ എന്തായാലും ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും, മറ്റേ കുട്ടി പുതിയ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കലോത്സവത്തിനൊക്കെ ജഡ്ജസ് ആയിട്ടൊക്കെ അടിയുണ്ടാക്കി 5ാം സ്ഥാനം 1ാം സ്ഥാനമൊക്കെ ആക്കും നമ്മള്. അങ്ങനെ അവര് സമ്മതിച്ചു. പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരും കൂടി വിട്ടു. അങ്ങനെ പോയി. അതൊക്കെ എന്നെ വിളിക്കൊണ്ടാ പോയത്. ഞാൻ എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?